സമീപകാലത്തായി എടുത്തു പറയാൻ പറ്റുന്നത്ര വലിയ തിയേറ്റർ വിജയങ്ങളില്ലാത്ത താരമാണ് ദിലീപ്. കൃത്യമായി പറഞ്ഞാൽ രാമലീലയ്ക്ക് ശേഷം ദിലീപിന്റെ ഒരു ചിത്രവും തിയേറ്റർ വിജയമായിട്ടില്ല. വലിയ പ്രതീക്ഷയോടെ എത്തിയ പല ചിത്രങ്ങളും ഞെട്ടിക്കുന്ന പരാജയമാണ് നേരിട്ടത്. ദിലീപ് സിനിമകൾ കാലോചിതമായ മാറ്റങ്ങൾ തയ്യാറാകുന്നില്ലെന്നതാണ് പ്രധാന വിമർശനം. ഓരോ വിഭാഗം ആളുകൾ ദിലീപ് ചിത്രങ്ങൾക്ക് നേരെ വലിയ വിമർശനങ്ങളും നെഗറ്റീവുകളും പ്രചരിപ്പിക്കാറുണ്ട്. താരത്തിന്റെ പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ടീസർ ലോഞ്ച് ചടങ്ങിനിടെ നിർമ്മാതാവ് ജിൻ സ്റ്റീഫൻ ഇതേക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. ഇത്തരമൊരു സിനിമ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ദിലീപുമായി ചേർന്ന് ഒരു പടം ചെയ്യുന്നുവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിലും കൊള്ളില്ല എന്നൊക്കെ പറയാം. എന്നാൽ ഇത് ടൈറ്റിൽ പോലും ആകാത്തപ്പോഴാണ് നെഗറ്റീവുകളൊക്കെയെന്നും ലിസ്റ്റൻ പറയുന്നു. അപ്പോൾ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ട എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന്. എന്നെ വച്ച് ലിസ്റ്റൻ ആദ്യമായിട്ടല്ലേ സിനിമ ചെയ്യുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കൃത്യമായി മനസ്സിലായിക്കൊള്ളും. ഞാനിത് കുറെ നാളായിട്ട് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോകുകയുള്ളൂ. ഞാൻ ടോസ്ട്രിക് ആണ് ഇപ്പോഴെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ദിലീപേട്ടൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ്. അത് നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് കൂടിയാലോചനകൾ നടത്തി. അതായത് ദിലീപേട്ടന്റെ ഇപ്പോഴത്തെ പടങ്ങളിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിച്ച് വിശകലനം നടത്തി ദിലീപേട്ടന്റെ ഏത് കാര്യങ്ങളാണ് ഈ സിനിമ വേണ്ടാത്തതെന്ന് ഒരു പ്രേക്ഷകന് തോന്നുന്നത് അതെല്ലാം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെയൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത്. ചിത്രത്തിന്റെ സെൻസർ ഇതിനോടകം കഴിഞ്ഞു. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് പക്ക ഫാമിലി സിനിമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്തിനീ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേർ ചോദിച്ചു. നിനക്ക് മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണ് ദിലീപിനെ വെച്ച് എടുക്കുന്നത് എന്നൊക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയെ വെച്ചിട്ടാണ്. കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ധൈര്യമെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർത്തു.